ഈ കോളേജിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ CGPA മാർക്ക് വളരെ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ CGPA ഇമ്പോർട്ടൻ്റ് ആണോ ലൈഫിൽ മുന്നോട്ട് പോകാൻ? നോ, എല്ലായിടത്തും ഇല്ല. ചില ഗവൺമെൻറ് ജോബ്സ് PSC എക്സാംസിന് അപ്ലൈ ചെയ്യുമ്പോൾ, ബിഗ് MNC പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കട്ട് ഓഫ് ഉണ്ടായിരിക്കുമ്പോൾ, ഹയർ സ്റ്റഡീസ് അബ്രോഡ് പ്ലാൻ ചെയ്യുമ്പോൾ, ഇവിടെ യൂഷ്വലി 6.5 ഓർ 7 CGPA എബോവ് എപ്പോഴും സേഫാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മിനിമം അക്കാഡമിക് ഡിസിപ്ലിൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുക മാത്രമാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് കമ്പനീസ്, മിഡ് ലെവൽ കമ്പനീസ്, സ്റ്റാർട്ടപ്സ്, റെഫറൽ ഹയറിങ്സ്, ഫ്രീലാൻസിങ് ആൻഡ് പ്രോജക്റ്റ് ബേസ്ഡ് റോൾ നോക്കുന്ന കമ്പനീസ്, ഇവിടെയെല്ലാം റിക്രൂട്ടേഴ്സ് നോക്കുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമോ, പ്രോജക്ട്സ് ചെയ്യാൻ സാധിക്കുമോ, സ്കിൽസ് ഉണ്ടോ, നിങ്ങൾക്ക് ഗുഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. അവിടെ CGPA ഒരു പ്രയോറിറ്റിയേ അല്ല. ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, CGPA ജസ്റ്റ് നിങ്ങളുടെ ജോബിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പക്ഷേ ജോബ് ഒരിക്കലും ഗ്യാരണ്ടി ആക്കില്ല. ലോ CGPA ഉണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ഹാവ് പ്രോജക്ട്സ്, സ്കിൽസ്, ഇൻറ്റേൺഷിപ്സ് ആൻഡ് ആക്റ്റീവ് ലിങ്ക്ഡിൻ പേജ് ഉണ്ടെങ്കിൽ ഓഫർ കിട്ടാൻ ഫുൾ ചാൻസ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇനി CGPA കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ലൈഫ് ഡ്രോപ്പായി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം കോളേജ് മാർക്സ് ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു. എപ്പോഴും ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. CGPA ഒരു പേജ് മാത്രമാണ്, നീ എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു സിംഗിൾ പേജ്. സോ കാമായി ഫോക്കസ്ഡായി ഇരിക്കൂ. നാളെ നിങ്ങളും ഷൈൻ ചെയ്യും.